കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ബി ജെ പി ഭരിക്കുന്ന അല്ലെങ്കിൽ NDA ഭരിക്കുന്ന ഈ സർക്കാരിൽ നിന്ന് ഫാസിസ്റ്റ് നടപടികൾ തന്നെയാണ് തുടർന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ നടക്കുന്ന സംഭവങ്ങൾ, ഓരോരോ സംഭവങ്ങൾ എണ്ണി പറയുകയാണെങ്കിൽ, അത് നോക്കുകയാണെങ്കിൽ മതേതര പാർട്ടികളെ എല്ലാം നശിപ്പിക്കുക, അതിന് പകരമായിട്ട് ഫാസിസ്റ്റുകൾ അധികാരമൊതുക്കുക. ഇതിൽ നിന്നൊക്കെ മനസ്സിലാകുന്ന ഒരു കാര്യം, നേരത്തെ VT ബൽറാം സൂചിപ്പിച്ചതുപോലെ വെപ്രാളമാണ്. അധികാരം നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള ഒരു വിറയൽ. 400-500 ഗ്യാരണ്ടി ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നവർ ഇപ്പൊ ചെറിയ ചെറിയ പാർട്ടികളെ പിടിക്കാൻ ഓടി നടക്കുകയും പൈസ കൊടുത്ത ആളുകളെ കാലുമാറ്റുകയും അനാവശ്യമായ കേസുകൾ ചാർത്തുകയും അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്യും. ഇത് മതേതരത്വത്തിനെതിരെയുള്ള വെല്ലുവിളിയാണ്, ഇന്ത്യൻ ജനാധിപത്യത്തിനെതിരെയുള്ള വെല്ലുവിളിയാണ്. ലോകം ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള നടപടികൾ ലോകം ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമെന്നുള്ള ഇന്ത്യയുടെ തിരുമുഖത്തുള്ള കളങ്കം തന്നെയാണ് ഇത്തരത്തിലുള്ള നടപടികൾ എന്ന് പറയാതിരിക്കാൻ വയ്യ. ഇലക്ട്രൽ ബോണ്ട് വിഭാഗത്തിൽ നേരത്തെ തന്നെ CPI-യും CPM-ഉം എന്തിന് കേരളത്തിലെ BJP-യെക്കാളും മതേതരമായിട്ടുള്ള മുസ്ലിം ലീഗ് അടക്കം ഒരു പൈസ പോലും വാങ്ങിയിട്ടില്ല എന്നുള്ളൊരു കാരണം കൂടി ഇവിടെ എനിക്ക് ഈ അവസരത്തിൽ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പൊ അത്തരത്തിലുള്ള പാർട്ടികളുള്ള ഒരു സ്ഥലത്ത്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള അഭിമാനാർഹമായ നേട്ടങ്ങൾ കൈവരിച്ച പാർട്ടികളുള്ള ഒരു സ്ഥലത്ത് മതേതര പാർട്ടികളെല്ലാം കൂടി ഒരുമിച്ച് നിന്നുകൊണ്ട് ഇത്തരം ചിദ്രശക്തികളെ എല്ലാം തോൽപ്പിക്കുമെന്നുള്ള സ്ഥിതിയായപ്പോൾ ബൈ ഹുക്ക് ഓർ ക്രുക്ക് അധികാരം നിലനിർത്തുക എന്നുള്ളതാണ്. ഈ പേഴ്സണലി ഓരോരുത്തരുടെ കണക്കെടുത്ത് പറയുകയാണെങ്കിൽ അമിത്ഷായുടെ മകന് ജയ്ഷായ്ക്ക് എങ്ങനെയാണ് 1000 കോടിയുടെ അസറ്റ് ഉണ്ടായത് കണ്ണടച്ചുടക്കുന്നതിന് മുമ്പിലെ? അതൊക്കെ പരിശോധിക്കേണ്ട. ആഭ്യന്തരമന്ത്രിയുടെ മകനല്ലേ, വേറെ എന്തെങ്കിലും പണിയുണ്ടോ? BCCI ചെയർമാനായി എന്നുള്ളത് ഒഴിച്ചാൽ. അങ്ങനെ ഓരോരോ നേതാക്കന്മാരുടെയും മക്കളുടെ, അല്ലെങ്കിൽ അവരുടെ സിൽബന്ധികളുടെ, അല്ലെങ്കിൽ അവരുടെ അനുയായികളുടെ, ഇവരുടെ ഏതെല്ലാം ഐലൻഡുകളിൽ എന്തെല്ലാം കെയ്മൻസും സെയിന്റ് കിറ്റ്സും ഒക്കെ അന്വേഷിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മനസ്സിലാക്കാവുന്നേ ഉള്ളൂ എവിടെയെല്ലാം വിദേശ നിക്ഷേപങ്ങളുണ്ട്, ആർക്കെല്ലാം എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാവും. പിന്നെ ഇവിടുത്തെ കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയുള്ള ടാക്സ് എഴുതി തള്ളുന്നത്, സാധാരണ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത്, അങ്ങനെയൊക്കെയുള്ള പ്രവൃത്തിയാണ് BJP വർഷങ്ങളായിട്ട് തുടർന്നുകൊണ്ടിരിക്കുന്നത്. സാധാരണക്കാരന്റെ നടുവടിക്കുക, റിച്ച് ബിക്കം മോർ റിച്ച് ആൻഡ് പുവർ ബിക്കം മോർ പുവറർ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് ഇന്ത്യ ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിലേക്ക് തള്ളിയിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഫാസിസ്റ്റ് വ്യവസ്ഥിതിക്കെതിരെ മതേതര ശക്തികൾ ഒരുമിച്ച് വരുന്നതിന് ഇവർ ഭയപ്പെടുന്നു എന്ന് തന്നെയാണ് പറയുക. ഇവർക്ക് വിറയലാണ്, ഇവർക്ക് പേടിയാണ്, ഇവർക്ക് ധൈര്യമില്ല. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നടപടികൾ, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഫണ്ടൊക്കെ മരവിപ്പിക്കുക, അല്ലെങ്കിൽ നിസ്സാര കാര്യങ്ങൾ പറഞ്ഞിട്ട് ഓരോരുത്തരെ മുഖ്യമന്ത്രികളെ അടക്കം ജയിലിലിടുക, ഇത്തരത്തിലുള്ള നടപടികൾ കാണുമ്പോൾ ജനം വിലയിരുത്തട്ടെ. ഈ തെരഞ്ഞെടുപ്പിൽ ഉറപ്പാണ് കാര്യം, ഗ്യാരണ്ടി പറഞ്ഞിട്ട് രക്ഷയില്ല. പണ്ട് ഇന്ത്യ ഷൈനിങ് എന്ന് പറഞ്ഞിട്ട് ഒരു ക്യാമ്പയിൻ നടത്തിയിരുന്നു അടൽ ബിഹാരി വാജ്പേയിയുടെ കാര്യത്തിൽ. എന്തായി അവസാനം? ഇന്ത്യയിലെ ജനങ്ങൾ, ബഹുഭൂരിപക്ഷം ജനങ്ങൾ, കർഷകര്, തൊഴിലാളികള്, സാധാരണക്കാര്, തൊഴിലില്ലാത്ത ചെറുപ്പക്കാര് ഇലക്ഷന് പോവുകയാണ്. ഇവരെയൊക്കെ പരസ്യ വിചാരണ ചെയ്യും. അവന്റെ വോട്ടിംഗ് പവർ ഉപയോഗിച്ചുകൊണ്ട് തിരിച്ചറിവുള്ള മനുഷ്യരെല്ലാം എത്ര നാൾ ഇവനെ രാം മന്ദിർ പറഞ്ഞ് പറ്റിക്കാൻ പറ്റും? എത്ര നാള് റിലീജിയൻ പൊളിറ്റിക്സുമായിട്ട് മിക്സ് ചെയ്യാൻ പറ്റും? അവൻ ആഹാരമില്ലാതാകുമ്പോൾ, അവൻ ബുദ്ധിമുട്ടിൽ അനുഭവപ്പെടുമ്പോൾ തീർച്ചയായും ഇവർക്കൊക്കെ എതിരെയുള്ള ആക്ഷൻ ഇലക്ഷനിലൂടെയാണ്. പിന്നെ ഇലക്ട്രൽ റിഗ്ഗിങ്, അത് നമുക്ക് ഡൗട്ട് ചെയ്യാവുന്നതാണ് സ്വാഭാവികമായിട്ടും. കാര്യം ഏത് രീതിയിലൊക്കെ പോകും എന്നുള്ള കാര്യം നമുക്ക് ഇപ്പൊ പറയാൻ പറ്റില്ല. കാരണം ചിലപ്പോൾ ഒരുപക്ഷെ ഈ പല പ്രതിപക്ഷ സംസ്ഥാനങ്ങളെ സാമ്പത്തിക അടിയന്തരാവസ്ഥയിലേക്ക് തള്ളിയിടുന്ന പോലെ ഇനി ഒരു അടിയന്തരാവസ്ഥ കൂടി ഉണ്ടാവുമെന്ന് ഞാൻ ഭയപ്പെടുകയാണ്. കാര്യം ആ രീതിയിലാണ് കാര്യങ്ങളെല്ലാം മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാവിധ സർക്കാർ ഏജൻസികളെയും ഉപയോഗിച്ചുകൊണ്ട് പരസ്യമായ വേട്ടയാടലാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ജനങ്ങൾ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് കോൺഗ്രസിനെതിരെയുള്ള ഈ നീക്കം മതേതര പാർട്ടികൾക്കെതിരെയുള്ള മുഴുവൻ നീക്കമായിട്ട് കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്.